ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റയുടെ ഒരു വയർലെസ് പ്രസന്റർ ആണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഇതാണ് ടാറ്റയുടെ ആ ഒരു പ്രസന്റർ. ഈ ഒരു പ്രസന്ററിന്റെ മോഡൽ നമ്പർ കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ CRXI3119 അതാണ് ഇതിന്റെ മോഡൽ നമ്പർ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു റിവ്യൂ ആണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രസന്റർ ഈ ഒരു ലോജിടെക് R400 ആണ്. ഈ ഒരു പ്രസന്റർ നല്ലൊരു പ്രസന്റർ തന്നെയാണ്. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും അതേപോലെ തന്നെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രസന്റർ ആണ് ക്രോമയുടെ ഈ ഒരു പ്രസന്റർ. ക്രോമ എന്ന് പറഞ്ഞ കമ്പനി ടാറ്റയുടേതാണ്. ടാറ്റയുടെ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ ഒരു വെബ്സൈറ്റ് തന്നെയാണ് ക്രോമ. ടാറ്റയുടെയാണ് ടാറ്റ ന്യൂ ഒക്കെ. അപ്പം ക്രോമയുടെ ഒരു പ്രസന്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മോഡൽ നമ്പർ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ CRXI3119. ഈ ഒരു മോഡൽ നമ്പറിലുള്ള ഈ ഒരു പ്രസന്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്രസന്ററിനെ പറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയെന്ന് വെച്ചാൽ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ വളരെ കൂടുതലും അതേപോലെ തന്നെ പ്രൈസിന്റെ കാര്യത്തിൽ വരുമ്പം ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ക്രോമയുടെ വയർലെസ് ലേസർ പ്രസന്റർ. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മളിത് തുറക്കുമ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു പ്രസന്റർ കിട്ടുന്നുണ്ട്. നമുക്ക് ആ പ്രസന്ററിനെ എടുത്തൊന്ന് മാറ്റി വെക്കാം. ഇനി അതിനുശേഷം ഇതിന്റെ താഴെ നമുക്ക് ഇവിടെ നമുക്ക് തുറക്കാം. നമുക്ക് ഒരു കേബിള് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ആ ഒരു യൂസർ മാനുവലും ലഭിക്കുന്നുണ്ട്. ഈ ഒരു യൂസർ മാനുവലിൽ നമുക്ക് ടച്ച് കൺട്രോളും അതേപോലെ തന്നെ ഏകദേശം നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ പ്രോഡക്റ്റിലോട്ട് വരാം. ഇതാണ് നമ്മളുടെ ക്രോമയുടെ വയർലെസ് ലേസർ പ്രസന്റർ. ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അലോയ് മെറ്റൽ കേസ് ഉപയോഗിച്ചാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ താഴെ നമുക്ക് ക്രോമ എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വരുമ്പം നമുക്കത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടോഗിൾ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും, ഇങ്ങോട്ട് മാറ്റിയാൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാർജ് ചെയ്യാനായിട്ടുള്ള പോർട്ടാണ്. എനിക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് തോന്നി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ടൈപ്പ് സി അല്ല എന്ന കാര്യമാണ്. അതായത് ടൈപ്പ് സി ആവുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം സാധാരണ വരുന്ന എല്ലാ മൊബൈലും ഇപ്പം ടൈപ്പ് സി ആണ്. പക്ഷേ ഇത് ടൈപ്പ് സി അല്ല, പണ്ടത്തെ നമ്മളുടെ മൈക്രോ USB ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ടൈപ്പ് സി വരുന്നില്ല. സോ ചാർജിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേനും നമുക്കിപ്പം എങ്ങോട്ടേലും സെമിനാറിനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു കേബിള് എടുക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്കതാ ഈ ഒരു സൈഡിൽ നമുക്ക് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇതാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന ഭാഗം. നമുക്ക് മൗസ് ആയിട്ടും അതേപോലെ തന്നെ പോയിന്റർ ആയിട്ടും ഈ ഒരു ടോഗിൾ മാറ്റുവാണെങ്കിൽ മൗസ് ആയിട്ടും അതേപോലെ തന്നെ ലേസർ പോയിന്റർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ എന്താ ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇതിനെ ഓൺ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്താ ഇതിനെ ലേസറായിട്ട് മാറ്റുന്നു. അതിനുശേഷം ഞാൻ എന്താ ഈ സാധനം വെക്കുമ്പം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതവിടെ ലേസറായിട്ട് വരുന്നത്. എന്താ ഇതേ സാധനം നമുക്ക് മൗസിലോട്ട് മാറ്റാനായിട്ട് ഇവിടെ തന്നെയാണ് നമുക്ക് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടോഗിൾ മാറ്റുന്നതോടുകൂടി നമുക്കതിനെ മൗസിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ PC എന്നും മാക്കിൻതോഷ് എന്നും കൊടുത്തിട്ടുണ്ട്. PC എന്ന് പറയുന്നത് നമ്മളുടെ വിൻഡോസ് യൂസേഴ്സിന് വേണ്ടിയും മാക്കിൻതോഷ് എന്ന് പറയുന്നത് മാക് OS ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുമാണ്. അപ്പം അത്രയാണ് ഈ ഒരു ഭാഗത്ത് പോർട്സ് ആയിട്ട് വരുന്നത്. താഴെയാണ് നമ്മൾക്ക് നമ്മുടെ USB വരുന്നത്. ഈ ഒരു USB ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ടെല്ലാം നമ്മൾ നമ്മുടെ ഇതിനെ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു പോയിന്ററിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു USB ആണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബട്ടൺസിന്റെയും പോർട്സിന്റെയും കാര്യങ്ങളിൽ. ഇതിന്റെ അടുത്ത ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇതിന്റെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരുമ്പം നമുക്കിതാ ഇവിടെ ഞാൻ നേരത്തെ തന്നെ കാണിച്ചിരുന്നു ആ ഒരു ചാർജ് ചെയ്യാനുള്ള പോർട്ടിന്റെ കാര്യം. നമ്മൾ നേരത്തെ നമ്മുടെ ലോജിടെക്കിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 2 AAA ബാറ്ററീസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളിത് എടുത്ത് മാറ്റാൻ മറന്നുപോയാൽ, അതായത് കുറെ കാലം അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാറ്ററി അതിനകത്ത് ലീക്ക് ആവുന്ന ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഇതിലോട്ട് വരുമ്പം ഈ ഒരു പ്രസന്ററിലോട്ട് വരുമ്പം
അതുപോലത്തെ ഇഷ്യൂസ് ഒന്നും നമുക്ക് വരത്തില്ല. കാരണം ഇതുപോലത്തെ ഒരു ചാർജർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതുപോലത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. കമ്പനി പറയുന്നത് നമ്മളൊന്ന് ഫുൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 hours കിട്ടും എന്നാണ്. ഇതിനകത്തുള്ളത് ഒരു 300 mAh ഒരു ബാറ്ററിയാണ്. 300 mAh എന്ന് പറയുമ്പോൾ നമ്മുടെ എയർ ഡോപ്സിനകത്തൊക്കെയുള്ള ബാറ്ററി ഒക്കെ ഉള്ളത് 300 mAh ആണ്. അപ്പം അത്രയും ബാറ്ററി തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രസന്ററിനകത്തും ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് ആകെ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നേരത്തെ തന്നെ ചാർജ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 90 grams ആണ്. എനിക്ക് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം എന്റെ ഇതിന്റെ രണ്ടാമത്തെ ലോജിടെക്കിന്റെ R400 ആണ്. എന്റെ ആദ്യത്തേത് എന്റെ നിന്ന് ഒരിക്കൽ സെമിനാർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ നിന്ന് സ്ലിപ്പായി പോയിട്ട് അത് പൊട്ടുകയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ഇതിലോട്ട് പോകുന്നത്. അപ്പം ഇതുപോലത്തെ ഇതിനൊക്കെ എന്നുള്ള ഏറ്റവും ഇഷ്യൂ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ ഒരു പ്രസന്ററിന്റെ റേഞ്ച് നമുക്ക് അപ് ടു 30 meters ആണ് ലഭിക്കുന്നത്. അതായത് നമുക്ക് 30 meters എന്ന് പറയുന്നത് തന്നെ വളരെയധികം കൂടുതലാണ്. കാരണം നമുക്കറിയാം ഈ ഒരു 30 meter അകലെ കിട്ടാന്നൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് 30 meterന്റെ ഒന്നും ആവശ്യം സത്യം പറഞ്ഞാൽ വരുന്നില്ല. ഒരു സാധാരണ ഇതിനൊക്കെ വെച്ചാൽ കൂടി പോയാൽ നമുക്കൊരു 10-20 meterന്റെ ഒക്കെ ആവശ്യം നമുക്ക് ഉള്ളൂ. ഇത് നമുക്ക് 30 meters വരെ റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെമിനാർ ഹാളുകളിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ്രൊജക്ടറായിട്ട് നമുക്ക് അതായത് സെമിനാറൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നടന്നുകൊണ്ട് നമുക്ക് ആളുകളുടെ ഇടയിലൂടെയൊക്കെ പോയിട്ട് നമുക്ക് ചെയ്താലും നമുക്കൊരു പ്രശ്നമില്ല. കാരണം ഇത് കട്ടാവത്തില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് പറയാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 494 rupees ആണ്. അതെ, നമുക്ക് ക്രോമയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 494 രൂപയ്ക്ക് നമ്മൾക്ക് ഈ ഒരു പ്രസന്റർ കിട്ടുന്നതാണ്. അതേ ടൈമിൽ നമ്മൾ ലോജിടെക്കിന്റെ എടുത്താൽ ഇതിനേക്കാളും ഫീച്ചേഴ്സ് കുറവായിരിക്കും. അതിന് ഒരു 2000-3000 അടുത്ത് ഇതിന് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ആമസോണിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സെയിം പ്രോഡക്റ്റ് നമുക്ക് 2000 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ വാങ്ങിക്കുക, ലിമിറ്റഡ് ഓഫറാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഒരു പ്രസന്റേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഈ ഒരു പ്രസന്റേഷനെ നമ്മുടെ ഈ ഒരു പോയിന്റർ, അതായത് നമ്മുടെ ഈ ഒരു പ്രസന്റർ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പം അതിനായിട്ട് ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രസന്ററിന്റെ പുറകിലുള്ള ഈ ഒരു USB ഉണ്ട്. അതായത് ഈ ഒരു USB റിസീവർ നമുക്ക് ഏറ്റവും ആദ്യമേ നമുക്കൊന്ന് എടുക്കാം. എടുത്ത ശേഷം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യാം. അതായത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഇവിടെ കണക്ട് ചെയ്യാം. ഞാൻ ഇവിടെ കറക്റ്റായിട്ട് തന്നെ അത് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തതിന്റെ സൗണ്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഇനി അടുത്തത് നമ്മളിതാ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മളുടെ ഈ ഒരു ഓൺ ഓർ ഓഫ് ആ ഒരു ഭാഗത്ത് വന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രസന്റർ നമുക്ക് ഓൺ ചെയ്യാം. ഞാൻ ഇവിടെ ഓൺ എന്നതിലോട്ട് ഞാൻ മാറ്റുന്നു. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ഡിവൈസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്ന ശേഷം PC, അതായത് വിൻഡോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ PC ഇവിടെ മാറ്റിയിടുക. ഇനി മാക്കോസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആപ്പിൾ ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്കിൻതോഷിലോട്ട് മാറ്റിയിടുക. ഞാൻ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്, സോ ഞാൻ PC എടുക്കുന്നു. ഇനി നമുക്കതാ ഇവിടെ മൗസും അതേപോലെ തന്നെ ലേസർ പോയിന്ററും ആണ് ഉള്ളത്. ഇതുപോലത്തെ 2 ഓപ്ഷനാണ് ഉള്ളത്. ഈ ഒരു മൗസിന് നമുക്ക് യൂസ് ചെയ്യേണ്ട ടൈമുണ്ട്. ഇപ്പം നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഇതുപോലത്തെ പ്രസന്റേഷൻസ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഇടേണ്ടത് ലേസർ പോയിന്ററിലോട്ടാണ്. ഇതിലോട്ട് ഇടുക. ഇപ്പം നമ്മൾ മൗസിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനൊക്കെ നല്ല പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ലേസർ പോയിന്ററിലോട്ട് ഇടുക. ഇനി നമ്മൾ അടുത്ത സെഷൻ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, നമുക്കിവിടെ F5, അതായത് സ്ലൈഡ് ഷോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. താഴെ നമുക്ക് ഇതിനുള്ള ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡ് ഷോയിൽ പോയിട്ട് നമുക്കത് ഫ്രം ബിഗിനിങ് എന്നതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഞാൻ ഫ്രം ബിഗിനിങ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു ലേസർ പോയിന്ററിലോട്ട് ഇട്ടുകൊണ്ട് തന്നെ, അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ലേസർ പോയിന്ററിലോട്ട് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇതിൽ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടുത്തെ സ്ലൈഡ്സ് മാറി മാറി വരുന്നതാണ്. ഇനി നമ്മൾക്ക് ഒരു പ്രീവിയസ് സ്ലൈഡിലോട്ട് വരുവാനായിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കൊടുത്താൽ പ്രീവിയസ് സ്ലൈഡിലോട്ട് വരും. ഇനി നമ്മൾ താഴോട്ടൊന്ന് കൊടുത്താൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് വരും. മുകളിലോട്ട് കൊടുത്താൽ പ്രീവിയസ്, അടുത്തത് കൊടുത്താൽ നെക്സ്റ്റ്. അപ്പം ഇതുപോലെ നമുക്ക് ചെയ്യുമ്പം ഇവിടെ കാണാം ആനിമേഷൻ അടക്കം വരുന്നുണ്ട്. അവിടെ എല്ലാം വന്നു.
അപ്പം ഇതുപോലെ നമുക്ക് നമ്മുടെ പ്രസന്റേഷൻസിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണാൻ വോളിയം കൂട്ടുക. അതായത് നമ്മുടെ പ്രസന്റേഷനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വീഡിയോ നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ കാണിക്കും. അപ്പം വീഡിയോ നമ്മൾ ഇടുമ്പോഴായിരിക്കും ചിലപ്പം സ്പീക്കറിനകത്തുനിന്ന് വരുന്ന സൗണ്ട് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നമ്മൾ കണ്ടേ നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കുക. ഇവിടെ നമുക്ക് അതിൻ്റെ കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ കുറഞ്ഞ് വരുന്നുണ്ട്. ഞാൻ എന്താ ഒന്നുകൂടി ഇപ്പം ചെയ്യാൻ പോവാണ്. ഇപ്പം നമുക്ക് അവിടെ കാണാം 0 ആയത്, ഇപ്പം 10 ആയി കണ്ടോ. അതുപോലെ നമുക്ക് എൻ്റെ കൈ കുറച്ചുകൂടെ മാറ്റി കാണിക്കാം. അപ്പം 14 ആയി. അതുപോലെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഈ ഒരു ലേസർ പോയിന്റർ. അതായത് ഈ ഒരു ഭാഗം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഞാൻ എന്താ ഈ ടൂള് നേരെ മൗസിലോട്ട് കൊടുക്കുന്നു. മൗസിലോട്ട് കൊടുത്തു കഴിയുമ്പം നമുക്ക് ഇവിടെ നോക്കാം. ഞാൻ സൂം ഔട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഫോക്കസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇവിടെ ഒരു മൗസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ തിരിച്ച് വീണ്ടും ഞാൻ നേരെ ഇതിനെ മാറ്റിയിട്ട് നമ്മളുടെ ആ ഒരു മൗസിൻ്റെ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ മൗസിലോട്ട് ഞാൻ ടോഗിൾ മാറ്റുവാണ്. സോ ഞാൻ മൗസിലോട്ട് മാറ്റി. ഇനി അതിനുശേഷം ഞാനിപ്പോൾ യൂട്യൂബ് തുറക്കാൻ പോവാണ്. ഞാൻ ഇതേ തൊടാതെ ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എൻഡ് ഷോ കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, എൻഡ് ഷോ കൊടുക്കുന്നു. അപ്പം വൺ ടു കീപ്പ് യുവർ ഇൻ അനോട്ടേഷൻസ് ഞാൻ ഡിസ്കാർഡ് കൊടുക്കുന്നു. ഇനി അതിനുശേഷം ഞാൻ യൂട്യൂബ് ഗൂഗിൾ ക്രോം തുറക്കുന്നു, ആൽഫിൻ ചോപ്ലാത്തോട്ടം. അതിനുശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, സോ ഞാനിവിടെ എൻ്റെ ചാനൽ ഇവിടെ ഇപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ലോഡ് ചെയ്ത് തന്നു. ഇപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഇത്രയും ഈ ഒരു ചാനലിൽ തന്നെ ഒരു 180-ൽ കൂടുതൽ വീഡിയോസ് ഉണ്ട്. ആ ഒരു വീഡിയോസൊക്കെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കറക്റ്റായിട്ടുള്ള വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ അതിനായിട്ട് തിരിച്ച് നമ്മൾ ഇത് മാറ്റി നമ്മൾ ലേസർ പോയിന്ററിലോട്ട് ഇടണം. ലേസർ പോയിന്ററിലോട്ട് ഇട്ട ശേഷം നമ്മൾ ഇങ്ങനെ മാറ്റുമ്പം നമുക്ക് കാണാൻ സാധിക്കും അത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലെ നമുക്ക് താഴോട്ടും മുകളിലോട്ടും സ്ക്രോൾ ചെയ്യുമ്പം നമുക്ക് വീഡിയോസ് നമുക്ക് കൂടുതൽ താഴോട്ടും മുകളിലോട്ടും എല്ലാം മാറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ നമ്മുടെ ആ ഒരു പ്രസന്റേഷനിലും അതേപോലെ തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ കാണാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ കർസറിലോട്ട് മാറ്റിയ ശേഷം, അതായത് നമ്മളിതാ ഈ ഒരു കർസറിലോട്ട് മാറ്റിയിട്ട ശേഷം നമ്മളിതാ ഒരു വീഡിയോയിൽ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലോങ് പ്രസ് ചെയ്യുന്നു. ഞാൻ കുറച്ചുകൂടെ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ലോങ് പ്രസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ലോങ് പ്രസ് ചെയ്യാന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ തുല്യമാണ്. ഇപ്പം ഞാൻ ഇത് ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് ഞാൻ ഒറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ മുകളിൽ അവിടെ ഒരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് നമ്മൾ ഒരു മൗസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് വീണ്ടും മാറ്റിയിട്ട് ഞാനിത് ലേസറിലോട്ട് കൊണ്ടുവരുന്നു. കണ്ടോ, ഇതുപോലെ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പം ഇത് സ്ക്രോൾ ചെയ്യുന്നു. അപ്പം അതിനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് വോളിയം കൂട്ടാനുള്ള എല്ലാ ഫീച്ചേഴ്സും എല്ലാം നമുക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം വോളിയം ഒക്കെ കൂടി വരുന്നത്, കൂടിയും കുറയ്ക്കാനും എല്ലാം നമുക്ക് ഇത് ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലെയാണ് നമ്മൾ ക്രോമയുടെ ഈ ഒരു പ്രസൻറ്റർ നമ്മുടെ പ്രസൻറ്റേഷനും അതേപോലെ തന്നെ ലാപ്ടോപ്പിലെല്ലാം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് നമ്മുടെ ഇതിന് സ്ലിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കയ്യിൽ സൂക്ഷിച്ച് പിടിക്കണം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ക്രോമയുടെ ഈ ഒരു പ്രസൻറ്ററിനെ പറ്റി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.